A+2 സ്വാഗതം. ഇപ്പോൾ നമുക്ക് വ്യാപകമായി കാണാറുണ്ട്, ടെറസിനു മുകളിൽ ഷീറ്റ് കൊണ്ടോ ഓടുകൊണ്ടോ നമ്മൾ മേൽക്കൂര നിർമ്മിക്കും. പല നഗരപ്രദേശങ്ങളിൽ ഇതിപ്പോൾ വ്യാപകമാണ്. പല കാരണങ്ങൾ ഉണ്ടതിന്. ഒന്നുകിൽ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ആകാം, അല്ലെങ്കിൽ പലപ്പോഴും മഴയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ബിൽഡിങ്ങിന് കിട്ടുന്നതിന് വേണ്ടിയാകാം. പല കാരണങ്ങളാലും ഇത് ചെയ്യുന്നുണ്ട്. ഇതിനൊരു നിയമമുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസിനകത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് പെർമിഷൻ വേണമോ, അത് ഏതെല്ലാം തരത്തിലാണ് അതിനുള്ള നിബന്ധനകൾ എന്നത് സംബന്ധിച്ചാണ് ഈ എപ്പിസോഡ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പൂർണ്ണമായും കാണുക. പകുതി കണ്ടിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കരുത്. കാണുന്നവർ പൂർണ്ണമായും കാണുക എന്ന് മാത്രമേ ആദ്യമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്ക് 3 നിലകൾ വരെയുള്ള ബിൽഡിങ്സിന് നമുക്ക് മേൽക്കൂര നിർമ്മിക്കാൻ അനുവാദം കിട്ടും. അതിൻ്റെ ഉയരം 10 മീറ്ററിൽ കവിയരുത്. ഏതിനുള്ള ഉയരം? കെട്ടിടത്തിൻ്റെ ഉയരം, നിലവിലുള്ള നമ്മളെ വീട്ടിൻ്റെ ഉയരം 10 മീറ്ററിൽ കവിയാനും പാടില്ല. 3 നിലകൾ കവിയാൻ പാടില്ല. ഉയരം 10 മീറ്ററിൽ കവിയാനും പാടില്ല. അങ്ങനെ ഉള്ളതും സിംഗിൾ റെസിഡൻസ്, ഏകവാസഗ്രഹമായിട്ടുള്ളതുമായ വീടുകൾക്ക് മുകളിൽ ഇത് പണിയാം എന്നുള്ളതാണ്. അത് നമുക്ക് അഡീഷണൽ ഷീറ്റ്, ടൈൽഡ് റൂഫ് ഒക്കെ ഓവർ ദി ടെറസിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് അഡീഷണൽ ഷീറ്റ് ഓർ ടൈൽഡ് റൂഫ് ഓവർ ദി ടെറസ് എന്നാണ് ഇത് ആക്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പണിയുമ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടും. പെർമിഷൻ തരുന്നത് എങ്ങനെയാണ്? 2.4 മീറ്റർ ഉയരത്തിൽ മാത്രമേ നമുക്ക് ഇത് പണിയാനുള്ള അനുവാദം കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ ഉയരം ഈ പറയുന്ന മേൽക്കൂരയ്ക്ക് പാടില്ല. ഇത്രയും ഉയരം മാത്രമേ പാടുള്ളൂ. അവിടെ നമുക്ക് അഡീഷണൽ ഷീറ്റ് ഇടാം, ടൈൽഡ് റൂഫാക്കാം. അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആകാം. പിന്നെ അതുപോലെ വീട്ടിന് ഒരു സൺലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വെയിൽ കൂടുതൽ അടിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. തൊട്ടടുത്ത് മരങ്ങളൊന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ടെറസിൻ്റെ മുകളിൽ വെയിൽ വന്ന് നമുക്ക് ഭയങ്കരമായ ചൂട് മുറിക്കകത്തൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പല ആളുകൾ അതിൻ്റെ മുകളിൽ ടൈൽസൊക്കെ വെക്കാറുണ്ട്, മേൽക്കൂരയിൽ ചെയ്യാറുണ്ട്. അത് നിലവിലുള്ള കെട്ടിടത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെയും ഇതിൻ്റെ പെർമിഷൻ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് ഓർത്തിരിക്കുക, ഇത് ഒരു കാരണവശാലും താമസത്തിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മേൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനിൽ എന്ത് നടപടിയാണോ എടുക്കുന്നത് ആ നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാകും. താമസത്തിന് ഉപയോഗിക്കാനേ പാടില്ല. അധിക സംരക്ഷണം എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൺസ്ട്രക്ഷൻ കെപ്റ്റ് ഓപ്പൺ ടു ആൾ സൈഡ്സ് എന്ന് വ്യക്തമായും ആക്ടി പറയുന്നുണ്ട്. എല്ലാ വശങ്ങളും തുറന്നിരിക്കണം എന്ന് വ്യക്തമായും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ചില എക്സംഷൻസ് ഉണ്ട്. അത് 1.20 മീറ്റർ വരെ പാരപ്പറ്റ് വാള് കെട്ടാൻ പറ്റും. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മേൽക്കൂര കെട്ടുന്നതിന് നമ്മുടെ എക്സംഷൻസ് അതിനകത്ത് അത് ചുറ്റുവട്ടം ഓപ്പണായി ഇട്ടിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഓപ്പണായിട്ടിട്ടിരിക്കുന്നെങ്കിലും ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത് 1.20 മീറ്റർ വരെ പാരപ്പറ്റ് വാള് നമുക്ക് കെട്ടാൻ പറ്റും. അതുപോലെ കോളംസ് ടു സപ്പോർട്ട് സച്ച് അഡീഷണൽ റൂഫ് എന്ന് പറയും. അതിന് ഈ റൂഫിനെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള കോളംസ് നിർമ്മിക്കുന്നതിന് ഇത് യാതൊരു തരത്തിലും പ്രശ്നം ഇല്ല. അത് അനുവദിച്ച് കിട്ടും. പിന്നെ ടെറസിലേക്ക് പോകുന്ന ഈ സ്റ്റെയർ ക്യാബിൻ അങ്ങനെ ഒരു നിർമ്മാണം നടത്തുന്നതിനും ഈ ചുറ്റും ഓപ്പൺ സ്പേസ് എല്ലാം ഉണ്ടാകണം, എല്ലായിടത്തും ഉണ്ടാകണം എന്നുള്ളതിൽ ഒരു എക്സംഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മുകളിലൊരു വാട്ടർ ടാങ്ക് വെക്കുന്നു, അതേപോലെ ഈ ജലസംഭരണ പദ്ധതിയുടെ ഭാഗമായി വെക്കണമെന്ന് ബിൽഡിംഗ് റൂൾസിൽ ഉണ്ടല്ലോ ചില കെട്ടിടങ്ങൾക്ക്. അങ്ങനെയുള്ളതിനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മഴവെള്ള സംഭരണി വെക്കുന്നതിന് വേണ്ടിയാണെങ്കിലും അതിന് നിങ്ങൾക്ക് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇതില്ല. ഈ റൂഫിൻ്റെ 4 വശവും തുറന്നതായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സംഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രൊജക്ഷൻ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രൊജക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ബിൽഡിംഗ്
റൂൾസിലെ റിക്വയർമെൻറ്റിന് അനുസൃതമായിരിക്കണം ആ പ്രൊജക്ഷൻസ്. അത് ഏതൊക്കെയാണെന്ന് ഇതിൽ പറഞ്ഞാൽ സമയം ഒരുപാടാവും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പൂർണ്ണമായോ ഇല്ലെങ്കിൽ ഭാഗികമായോ ഫുൾ ഓർ പാർട്ടീഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇതിൽ വാൾ നിർമ്മിക്കാൻ പാടില്ല. ഈ പറഞ്ഞ എക്സംഷൻസ് ഒഴികെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചുറ്റുവട്ടം ഇതിന് ഒരു വാൾ ഇത് ചുമര് നിർമ്മിക്കാൻ പറ്റില്ല. ടെറസിലേക്ക് നമ്മൾ മേൽക്കൂര നിർമ്മിക്കുമ്പോൾ ചുറ്റും നിങ്ങൾക്ക് വാൾ നിർമ്മിക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ഗ്രില്ല് വെക്കാൻ അനുവാദമില്ല, ജനൽ വെക്കാൻ അനുവാദമില്ല, ഷട്ടർ വെക്കാൻ അനുവാദമില്ല. ഇങ്ങനെയുള്ള ഒരു പാർട്ടീഷൻ ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള ഈ മറയ്ക്കൽ അത് അനുവദിക്കില്ല. അതാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് അനുവദനീയമാണ്, മറിച്ച് ഈ പറഞ്ഞ ഒരു കാര്യത്തിനും അനുവദനീയമല്ല. ഇത് പറയാൻ കാരണം പല ആളുകളും ഈ റൂഫുകളൊക്കെ മുകളിൽ അഡീഷണലായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അത് 4 ചുറ്റും അടയ്ക്കുകയും അത് പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാൻ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ചില ആളുകൾ അതിൻ്റെ മുകളിൽ മറച്ച് സ്റ്റഡി റൂം ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ റൂം എന്നൊക്കെ രീതിയിൽ ചിലരത് മാറ്റിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും പ്രൊജക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊജക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ബിൽഡിംഗ് റൂൾസിൻ്റെ ആപ്ലിക്കബിലിറ്റി അതിനുണ്ടാകും എന്ന് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള നമ്മൾ അഡീഷണലായിട്ട് നിർമ്മിക്കുന്ന ഏരിയ നമ്മളെ ബിൽറ്റപ്പ് ഏരിയ ആയി കണക്കാക്കില്ല, പക്ഷേ പെർമിറ്റ് ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി ഈ ഏരിയ കണക്കാക്കും എന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾ മറന്നു പോകരുത്. മറ്റൊന്ന്, സാധാരണ കെട്ടിടത്തിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്താണോ പെർമിറ്റ് ഫീസ് അടയ്ക്കുന്നത് ആ പെർമിറ്റ് ഫീസ് ഇതിനും ആപ്ലിക്കബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ്, ഇത് രണ്ടും നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കെട്ടിടം ഇങ്ങനെ അഡീഷണലായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ ക്ലിയറൻസ് NOC ഒക്കെ വേണ്ടതായ കെട്ടിടം ആണെങ്കിൽ, അതായത് ചില കെട്ടിടങ്ങൾക്ക് ഫയർ NOCയുടെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, ചില കെട്ടിടങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അങ്ങനെ നിലവിൽ ആ കെട്ടിടത്തിന് ഈ ആപ്ലിക്കബിലിറ്റി ഉള്ളതാണെങ്കിൽ ഈ അഡീഷണൽ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് തന്നെ നിങ്ങൾ NOC വാങ്ങേണ്ടി വരും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു 3 നിലകളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല, 10 മീറ്ററിൽ കൂടുതൽ ഉയരവും ഈ പറയുന്ന ഏകവാസ ഗൃഹത്തിന് ഉണ്ടാകരുത് ഈ നിർമ്മിക്കുന്നതിന്. എന്നാൽ അതിന് മുകളിൽ വന്നവർക്ക് ഇത് നിർമ്മിക്കാം, പക്ഷേ അത് ഒരു ഫ്ലോറായി കണക്കാക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഓർത്തിരിക്കുക. 3 നിലകൾ കവിയുകയും 10 മീറ്ററിൽ കൂടുതൽ ഉയരം വരികയും ചെയ്താൽ അതിന് ഒരു പ്രത്യേക ഫ്ലോർ എന്ന നിലയിലായിരിക്കും ഇത് കണക്കാക്കുക എന്നുള്ളത് അടിവരയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്ലിയറായോ? അപ്പോൾ വീടിന് മുകളിൽ അഡീഷണലായിട്ട് റൂഫ് നിർമ്മിക്കുന്നവരെല്ലാം ഈ എപ്പിസോഡ് കണ്ടതുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലായി കാണും. ഇനി പുതിയതായിട്ട് വീട് നിർമ്മിക്കുന്നവരും പുതിയതായി നിലവിലുള്ള വീട്ടിൽ ഈ മേൽക്കൂര റൂഫിലേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഇത് പ്രയോജനപ്പെടും. ദയവായി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം വിവരങ്ങളെല്ലാം ഇനിയും ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ബിൽഡിംഗ് റൂൾസിൻ്റെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.